മലയാള സാഹിത്യകാരനായ പി.കെ. പാറക്കടവിൻ്റെ ജീവചരിത്രം. 1952 ഒക്ടോബർ 15 കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് പാറക്കടവിൽ പൊന്നങ്കോട് ഹസൻ്റെയും മറിയത്തിൻ്റെയും മകനായി പൊന്നങ്കോട് അഹമ്മദ് എന്ന പി.കെ. പാറക്കടവ് ജനിച്ചു. ഫറൂഖ് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കുറച്ചുകാലം പേർഷ്യൻ ഗൾഫ് മേഖലകളിലേക്ക് ജോലി തേടിപ്പോയി. പിന്നീട് മാധ്യമം ദിനപത്രത്തിൻ്റെ ആനുകാലിക എഡിറ്ററും എഡിറ്റോറിയൽ റിലേഷൻസ് ഡയറക്ടറുമായിരുന്നു. 45 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, കേരള സാഹിത്യ അക്കാദമി, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്നിവയുടെ നിർവാഹക സമിതി അംഗവുമാണ്. കൽബുർഗി ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ കൊലപാതകത്തിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെയും അക്കാദമിയുടെയും മൗനത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സാഹിത്യ അക്കാദമിയിൽ നിന്ന് രാജിവെച്ചു. മൗനത്തിൻ്റെ നിലവിളി, ഗുരുവും ഞാനും, പ്രകാശനാളം, മനസ്സിൻ്റെ വാതിലുകൾ, ഞായറാഴ്ച പ്രതീക്ഷകൾ, മുറിവേറ്റ വാക്കുകൾ, പാറക്കടവിൻ്റെ കഥകൾ, പ്രണയത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ഇടിമിന്നലുകളുടെ പ്രണയം, തിരഞ്ഞെടുത്ത കഥകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള 2016 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു.